ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 125 വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ജോബ് കാർഡിൽ പറഞ്ഞേക്കണ വർക്ക് എന്ന് പറഞ്ഞാൽ വാട്ടർ സർവീസ് ചെയ്യണം, അതേപോലെ പൊല്യൂഷൻ ടെസ്റ്റ് നടത്താനുണ്ട്, പിന്നെ ജനറൽ സർവീസ്, ബ്രേക്ക് ചെക്കപ്പ്, പിന്നെ ലോഡ് വെച്ച് വണ്ടി ഓടിക്കുന്ന സമയത്ത് സൗണ്ടിൻ്റെ കേസ് പറയാനുണ്ട്, അതേപോലെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, ഫുൾ ചെക്കപ്പ്, പിന്നെ ഓഫായി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് പറയാനുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്ക്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി, ലോഡ് വെച്ച് ഓടിച്ചു നോക്കിയിട്ടും പ്രത്യേകിച്ച് നമുക്കൊരു കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന രീതിയിലുള്ളൊരു സൗണ്ടൊന്നും കിട്ടിയില്ല. അതിൻ്റെ ഈ ബാക്ക് സൈഡിൽ നമുക്ക് ഇതിൻ്റെ ഈ ഫ്ലാപ്പ് ടയർ എന്ന് പറയുന്നതിൻ്റെ ചെറിയൊരു സൗണ്ട് ഉണ്ടായിരുന്നു. അതല്ലാതെ കൊണ്ട് വേറെ പ്രോബ്ലം ഒന്നും കാണിച്ചില്ലായിരുന്നു കേട്ടോ. നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. നമുക്ക് ബ്രേക്കിൻ്റെ ലൈനർ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ലൈനർ തീർന്നേക്കണതാണ്. കമ്പനി ലൈനർ കിടക്കണേ, പക്ഷേ മാക്സിമം അത് ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട്. പിന്നെ ബ്രേക്ക് ക്യാമൊക്കെ അയച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഗിയർ ബോക്സ് ബെയറിങ് നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ ഗിയർ ഓയിലും നോക്കി, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. ഓയിലൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിലത്തെ ടയർ അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട്. ഹബിൻ്റെ ഭാഗത്തും വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നിലവിൽ നമുക്ക് ബാക്കിലത്തെ ബ്രേക്ക് ഷൂ മാറ്റണം. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ, ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽട്ടറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കമ്പനി ഫിൽട്ടർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടറാണ് നമ്മൾ യൂസ് ചെയ്തത്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാൽ മാറ്റേണ്ട ടൈമൊന്നും ആയിട്ടുമില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്തോളാം. പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് സൈഡ് നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം, ക്ലച്ച് ഗ്രീസിങ് നടത്തണം. അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും പാർട്സുകൾ ഡാമേജോ കാര്യങ്ങളോ തേമാനോ കൂടുതലായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ള ഇൻസ്പെക്ഷൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ അയച്ചേക്കണത്. അപ്പോൾ അതിനകത്ത് നമുക്ക് വേരിയേറ്റർ ബോഡിയൊക്കെ നോർമൽ സാധാരണ തേമാനൊക്കെ ഉള്ളൂ. ബെൻഡെക്സിൻ്റെ ആയാലും കപ്പൊക്കെ ഓൾറെഡി പോയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും വർക്കിങ്ങിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല. ക്ലച്ച് യൂണിറ്റും വർക്കിങ്ങൊക്കെ ഓക്കെയാണ്. നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ഒന്നാമത് ഇപ്പോൾ കിടക്കണ ബെൽറ്റ് ഒറിജിനൽ ബെൽറ്റ് അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ്. തന്നെയുള്ള അതിൻ്റെ ഈ സെൻറ്റർ ഭാഗം നോക്കുമ്പോൾ മൊത്തം പൊട്ടിയൊക്കെ ഇരിക്കണം കേട്ടോ. അപ്പോൾ നമുക്കത് കൈയോടത് മാറ്റി കളയാം. കാരണം എന്ന് വെച്ചാൽ അതല്ലെങ്കിൽ ബെൽറ്റ് പൊട്ടിയിൽ നമ്മൾ പൊട്ടി വഴിയിൽ വിട്ടു. അപ്പോൾ അത് ബെൽറ്റ് സൈഡ് എന്തെങ്കിലും നമുക്ക് മാറ്റിയിട്ടേക്കാം. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വേറെ പറയത്തൊക്കെ ലീക്കേജ് ഒന്നുമില്ല. കാർബറേറ്ററിൻ്റെ ഭാഗത്തും പ്രത്യേകിച്ച് കംപ്ലയിൻസ് ഒന്നും കാണുന്നില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെയും ലൈനർ നമുക്ക് മാറ്റിയിടണം. അഡ്ജസ്റ്റിങ് പരമാവധിയിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്ക്. ആ ലൈനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറും മാറ്റണം നമുക്ക്. വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറും നല്ല ടയർ കിടക്കണം കേട്ടോ. പിന്നെ കോൺസെപ്റ്റ് പൊടിക്ക് ലൂസൊക്കെ ഉണ്ട്. അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്തിടാം. വണ്ടി ഏകദേശം 1.5 ലക്ഷം കിലോമീറ്ററോളം ഇപ്പോൾ നിലവിൽ ഓടിയിട്ടുണ്ട്. ബാറ്ററി 2024 ബാറ്ററിയാണ്. ആമറോണിൻ്റെ ബാറ്ററി വണ്ടി മേടിക്കണം കേട്ടോ. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴായാലും 9.50, അതായത് 9.5 വോൾട്ട് ഇപ്പോൾ നിലവിൽ ലോഡ് കൊടുക്കുന്ന സമയത്ത് വരുന്നുണ്ട്. 8.5 വോൾട്ട് താഴേക്ക് പോയാലാണ് കംപ്ലൈൻ്റ് ആയിട്ട് വരാം. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പുതിയ പ്ലഗ് കിടക്കണം. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റും പുതിയത് കിടക്കണം. അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് സർവീസിൻ്റെ വർക്കേ ഉള്ളൂ. അതിനകത്ത് മാറ്റേണ്ടി വന്ന പാർട്സ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ഷൂ മാറ്റണം, എഞ്ചിൻ ഓയിൽ മാറ്റണം. അതേപോലെ തന്നെ ബെൽറ്റ് പൊട്ടിയിരിക്കുന്നത് കൊണ്ട് ബെൽറ്റും മാറ്റിയിടണം കേട്ടോ. വേറെ അങ്ങനെ പറയത്തക്ക കംപ്ലയിൻസ് ആയിട്ട് റണ്ണിങ്ങിൽ ഓഫായി പോണ കംപ്ലയിൻ്റ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഐഡ്ലിങ്ങിൻ്റെ പ്രോബ്ലം കൊണ്ട് വരാം, പക്ഷേ അതും സ്റ്റേബിളാണ്, ഞാൻ നോക്കിയായിരുന്നു. പിന്നെ കംപ്രഷൻ ലീക്ക് ആവുമ്പോഴും പ്രോബ്ലം കാണിക്കും നിലവിൽ. കംപ്രഷൻ കാരണം 1.5 ലക്ഷം കിലോമീറ്ററിലൊക്കെ ഓടിയാനാണ്. എഞ്ചിൻ ഹെഡിലൊക്കെ ഏരിയൊക്കെ ഉണ്ടാവും. അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ എല്ലായ്പ്പോഴും കാണിക്കണമെന്നില്ല. വണ്ടി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ബാക്കിയത്തെ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളാണ് മെയിനായിട്ട് നമ്മളതിനകത്ത് ഉൾപ്പെടുത്തി ചെയ്യണേ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിനകത്തേക്ക് ഇട്ടേക്കാം, എസ്റ്റിമേറ്റ് അടക്കം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തേക്കാം കേട്ടോ.